ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ വെറും 10 മിനിറ്റ് കൊണ്ട് തീ പോലും കത്തിക്കാതെ ചെയ്തെടുക്കുന്ന ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങളിത് ഒരു തവണ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അത്രയും ടേസ്റ്റാണ്, അത്രയും ഈസിയാണ്. ഇപ്പോൾ വീട്ടിൽ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന വെറും 10 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി കേക്ക് റെസിപ്പി. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ ഈ കേക്ക് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടിയത് ബ്രെഡാണ്. അപ്പോൾ ഞാനിവിടെ 12 സ്ലൈസ് ബ്രെഡ് എടുക്കുന്നുണ്ട്. അതിൻ്റെ സൈഡ് വശം എല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കേക്കിൻ്റെ അതേപോലെ കിട്ടണമെങ്കിൽ നമ്മൾ ഇതുപോലുള്ള ബ്രൗൺ സൈഡ് കട്ട് ചെയ്ത് മാറ്റണം. ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, പക്ഷെ കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ ബ്രൗൺ സൈഡ് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് അത് ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഞാൻ വേറൊരു അടിപൊളി ഡെസേർട്ടുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈഡും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ബ്രെഡെല്ലാം ബ്രൗൺ സൈഡെല്ലാം മാറ്റിയതിന് ശേഷം ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. 12 സ്ലൈസ് ബ്രെഡാണ് നമുക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള കേക്ക് ചെയ്തെടുക്കാനായിട്ട് ആവശ്യം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫിയോണ ക്രീമാണ് എടുത്തിട്ടുള്ളത്. 3/4 കപ്പ് അളവിൽ ക്രീം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ കേക്ക് പിസ്ത ഫ്ലേവറിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ചെയ്തെടുക്കാം, വാനില ഫ്ലേവർ വരെ ചെയ്തെടുക്കാം. പക്ഷെ നമ്മളിങ്ങനെ ബ്രെഡ് വെച്ച് ചെയ്യുമ്പം ഒന്നുകിൽ പിസ്ത, മാംഗോ അങ്ങനെ നമുക്ക് മിക്സ് മേടിക്കാനായിട്ട് കിട്ടും, ഫ്ലേവർ മിക്സ്. അപ്പോൾ അത് വെച്ചിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് ഒട്ടും തന്നെ നമുക്ക് ബ്രെഡാണെന്ന് ഫീൽ ചെയ്യേയില്ല. കാരണം ആ ഒരു ഫ്ലേവർ കൂടി ബ്രെഡിലേക്ക് അങ്ങ് ഇറങ്ങി വരുമ്പം ശരിക്ക് നമുക്ക് കേക്ക് പിസ്തേൻ്റെ ഫ്ലേവറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ശരിക്ക് പിസ്ത സ്പഞ്ചിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പം ഞാൻ പറഞ്ഞ കുറച്ച് ടിപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ട് ഇപ്പം നമ്മൾ 1-2 മണിക്കൂർ കഷ്ടപ്പെട്ട് കേക്ക് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റിൽ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ഒരു തട്ടിക്കൂട്ട് അടിപൊളി കേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ക്രീം ഇവിടെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിസ്തേൻ്റെ മിക്സാണ്. അപ്പോൾ ഞാനിവിടെ പിസ്ത ഫ്ലേവറിലുള്ള കേക്കാണ് ചെയ്തെടുക്കുന്നത്. പിസ്ത എലാച്ചി മിക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും. 58 രൂപയാണ്, 53 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. അത് നമുക്ക് എത്ര ഫ്ലേവറാണോ വേണ്ടിയത്, എത്ര കളറാണോ വേണ്ടിയത് അതിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൻ്റെ പല ഫ്ലേവർ അവൈലബിൾ ആണ്. ബദാം ഫ്ലേവർ ഉണ്ട്, ഹസൽനട്ട് ഉണ്ട്, ബട്ടർ സ്കോച്ച് ഉണ്ട്, ഇഷ്ടംപോലെ ഫ്ലേവേഴ്സ് അവൈലബിൾ ആണ്. റേറ്റും ഏകദേശം ഈ ഒരു റേഞ്ചിൽ വരുന്നുണ്ട്. 40 to 60 ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണ് ഈ ഇതുപോലുള്ള മിക്സിന് വരുന്ന റേറ്റ്. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് ചെയ്തെടുക്കാനായിട്ട് 1/2 കപ്പ് അളവിൽ പാലും 1 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗുഡ് ലൈഫിൻ്റെ മിൽക്കാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ വേറെ മിൽക്കാണ് എടുക്കുന്നതെങ്കിൽ തിളപ്പിച്ചതിന് ശേഷം അത് ചൂട് മാറിയിട്ടാണ് നമ്മൾ ഈ ഷുഗർ സിറപ്പ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ വെള്ളം കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരല്പം പിസ്തൻ്റെ ഫ്ലേവർ കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് മധുരത്തിനായിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഷുഗർ സിറപ്പിന് ആവശ്യമായിട്ടുള്ള മധുരത്തിനായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ ഈ ഷുഗർ സിറപ്പിന് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പഞ്ചസാര യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ 1 കപ്പ് അളവിലാണ് ഇപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് വെള്ളം എടുത്തിട്ടുള്ളത്. അതായത് 1/2 കപ്പ് പാലും 1/2 കപ്പ് വെള്ളവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 1/2 കപ്പ് അളവിൽ പഞ്ചസാര കൂടി ഷുഗർ സിറപ്പിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതേ നമ്മുടെ ഷുഗർ സിറപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് കേക്ക് അസംബിൾ ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇതേപോലുള്ളൊരു കട്ടിംഗ് ബോർഡിലാട്ടോ നമ്മുടെ കേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ താഴെ ഒരല്പം ക്രീമാക്കി കൊടുക്കുക. എന്നിട്ട് ഓരോ ബ്രെഡും നമുക്ക് ഇതേപോലെ അങ്ങ് നിരത്തി വെച്ച് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ 6 സ്ലൈസ് ബ്രെഡാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും ഹൈറ്റുള്ള കേക്കൊക്കെയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ 3 ലെയറാക്കി ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ 2 ലെയറിലാണ് കേക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആകെ മൊത്തം 18 സ്ലൈസ് ബ്രെഡ് നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ ഈ ഒരു റോല് നമുക്ക് ബ്രെഡ് അങ്ങ് നിരത്തി വെച്ച് കൊടുക്കാം.
ബ്രെഡ് വെച്ച് കൊടുത്തതിന് ശേഷം ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷുഗർ സിറപ്പ് ഞാൻ ഇതുപോലുള്ള ബോട്ടിലാക്കി മാറ്റിയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ വെറ്റ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബൗളിൽ എടുത്തിട്ട് അതിൽ ഓരോ സ്ലൈസ് ബ്രെഡും ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുത്താലും മതി. നമ്മളിങ്ങനെ നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ ബ്രെഡിൻ്റെ ആ ഒരു വൈറ്റ് കളർ മാറിയിട്ട് ഗ്രീൻ കളർ ആകാനും അതുപോലെ തന്നെ ബ്രെഡിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പോവണമെങ്കിൽ നമ്മൾ മുഴുവനായിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഫ്ലേവർ ചേർക്കുമ്പോഴുള്ള ഗുണം അതാണ്. ഒട്ടും തന്നെ ബ്രെഡിൻ്റെ ടേസ്റ്റോ സ്മെല്ലോ ഒന്നും തന്നെ വരില്ല. കറക്റ്റ് നമുക്ക് കേക്കിൻ്റെ അതേപോലെ തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതിന് പകരം സ്ട്രോബെറിൻ്റെ എസെൻസോ അല്ലെങ്കിൽ ക്രഷോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനിയിപ്പോൾ ഇതൊന്നും തന്നെ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് വാനില എസെൻസ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ക്രീം വെച്ചിട്ട് ഫസ്റ്റ് ലെയർ മുഴുവനായിട്ടൊന്ന് ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ലെയർ മുഴുവനായിട്ടും ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ലെയർ ചെയ്ത പോലെ തന്നെ ബ്രെഡ് മുകളിലും നമുക്കങ്ങ് ലെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവസാന ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ക്രീം മുഴുവനായിട്ട് കേക്ക് കവർ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ കേക്കെല്ലാം ഇവിടെ ഏകദേശം ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ഡെക്കറേഷനായിട്ട് ഞാനൊരല്പം ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് കൂടി സൈഡിലും അതുപോലെ തന്നെ മുകളിലും വെച്ച് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഒരു സ്റ്റാർ നോസിലിട്ടിട്ട് ഞാൻ ഇതേപോലെ അങ്ങ് ഫ്ലവർ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറി കൂടി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയ ഉടനെ തന്നെ നമുക്ക് കഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കാനായിട്ട്. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. മാത്രമല്ല നിങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും, ഒരു 10 മിനിറ്റ് പോലും വേണ്ട നമുക്ക് ഈ ഒരു കേക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ കുട്ടികളുടെയൊക്കെ ബർത്ത്ഡേ ഉണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊക്കെ കേക്ക് കഴിക്കാൻ തോന്നുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്ക് റെസിപ്പിയാണ്. പിസ്തൻ്റെ ഫ്ലേവർ ഒരുവിധം എല്ലാവരുടെയും ഫേവറേറ്റ് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. കേക്ക് ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവർക്കും അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന, വീട്ടുകാരുടെ മുമ്പിലൊക്കെ സ്റ്റാർ ആകാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്